വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സ്പിയർ കോയത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി കോയത്തിൽ നിന്നും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. അതായത് ഒരുപാട് പ്രവാസികൾ ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു നിയമമായിരുന്നു. അതായത് പ്രൊജക്ട് വിസയിൽ നിന്നും സാധാരണ നോർമൽ അഹലി വിസയിലേക്ക് വിസ മാറ്റാനുള്ള ഒരു അവസരം. ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രൊജക്ട് വിസയിലൊക്കെ വന്നിട്ട് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ജോബൊക്കെ കിട്ടുമ്പോഴേക്കും അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിയമമാണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുള്ളത്. അതായത് പ്രൊജക്ട് വിസയിൽ ഒരു വർഷം പൂർത്തിയാക്കിയ ആൾക്കാർക്ക് 350 ദിനാർ ഫീസ് കെട്ടിയിട്ട് നമുക്ക് ഗവൺമെന്റ് പ്രൊജക്റ്റ് ആയെങ്കിലും പ്രൈവറ്റ് പ്രൊജക്റ്റ് ആയെങ്കിലും അതുപോലെ തന്നെ ജമിയ വിസ ഇതൊക്കെ നമുക്ക് നോർമൽ അഹലിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. നിയമം നവംബർ 3, 2024 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് സാധാരണ മുമ്പൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് 10 വർഷം വരെ പുതുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അതിന്റെ ശേഷം ആ ഒരു നിയമം മാറി എത്രയാണോ നമുക്ക് വിസ കാലാവധിയുള്ള ആ വിസയിലുള്ള ആ ഒരു ടൈമിലേക്ക് ലൈസൻസ് പുതുക്കുന്ന ഒരു നിയമം വന്നു. ഇപ്പോൾ അത് വീണ്ടും മാറിയിട്ട് നമുക്കിനി ഒരു വർഷമാണ് എക്കാമുള്ളതാണെങ്കിൽ പോലും നമുക്ക് 3 വർഷം വരെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ മുമ്പ് കാർഡ് കൊടുത്തോണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡല്ല, ഡിജിറ്റൽ നമ്മുടെ മൊബൈൽ സിവിൽ ഐഡിയിലുള്ള ആ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു കാർഡ് കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന്. നിലവിലില്ല. ഇതിനു മുമ്പ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് വന്നിരുന്നു, നിശ്ചിത ഒരു ഫീസ് കെട്ടി കാർഡ് കൊടുക്കുമെന്ന്. നിലവിൽ അത് കൊടുത്തു തുടങ്ങിയിട്ടുന്നില്ല. ഇപ്പോൾ 18 നമ്പർ വിസയായെങ്കിലും 20 നമ്പർ വിസയായെങ്കിലും ഏത് വിസയായെങ്കിലും നമുക്ക് മൊബൈൽ സിവിൽ ഐഡിയിലുള്ള ആ ഒരു ഡിജിറ്റൽ ലൈസൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ കുവൈറ്റിൽ സാധാരണ വണ്ടിന്റെ ദഫ്തർ റിന്യൂവൽ ചെയ്യുന്നത് 1 വർഷമായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് പുതിയ വാഹനം ഇറക്കുന്ന ആൾക്കാർക്ക് 3 വർഷം വരെ നമുക്ക് ദഫ്തർ കിട്ടും. അതിന് ശേഷം വീണ്ടും 3 വർഷം പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ശേഷം വീണ്ടും 2 വർഷം പുതുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള സാധാരണ പഴയ വണ്ടിന്റെ ഒക്കെ 1 വർഷമാണുള്ളത്. അത് 1 വർഷം അതുപോലെ തന്നെ മുമ്പോട്ട് തുടരും. ഇത് പുതിയ വാഹനം എടുക്കുന്ന ആൾക്കാർക്കാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.